എങ്ങനെയെങ്കിലും തൻ്റെ മകളെ കണ്ടെത്തിയേ മതിയാകൂ. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാവുക തന്നെ ചെയ്യും. അത് ഉറപ്പാണ്. അതുകൊണ്ട് ഇനി എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ജയമോഹൻ. വീട്ടിലിരുന്നിട്ട് യാതൊരു സ്വസ്ഥതയും ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് എന്തു ചെയ്യും, എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നൊന്നും യാതൊരു ഐഡിയയുമില്ലാതെ നിൽക്കുമ്പോഴാണ് അയാൾ ഓഫീസിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് കൺമണിയെ കാണാനിടയായതോടെ കൺമണിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൺമണിയെ കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. എത്രയും പെട്ടെന്ന് അത് ചെയ്തേക്കാം. കൺമണി, ഒരു മിനിറ്റ്. എന്താ സാർ? അല്ല, മാനസയെ കണ്ടിരുന്നുവെന്ന്. എന്ത്? മാനസ ഇതുവരെ ഓഫീസിൽ വന്നിട്ടില്ലല്ലോ സാർ. ഞാൻ ക്യാബിനിൽ നോക്കിയിരുന്നു, കണ്ടില്ല. അതല്ല, ഇന്നലെയോ മറ്റോ മാനസയെ കണ്ടിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. ഇന്നലെയോ? ഇല്ലല്ലോ. എന്താ സാർ, മാനസ വീട്ടിലില്ലേ? അയ്യോ, വീട്ടിലുണ്ട്. അവൾ കാലത്ത് വീട്ടിൽ നിന്ന് പോന്നിരുന്നു. പിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഫ്രണ്ട്സാണല്ലോ, നിങ്ങൾ തമ്മിൽ പുറത്തെങ്ങാനും പോയിട്ടുണ്ടാകുമെന്ന്. ഇല്ല സാർ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല. പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. ഇന്നലെ ഒന്ന് സംസാരിച്ചിരുന്നു. അതിനുശേഷം മാഡവുമായി യാതൊരു വിധത്തിലുമുള്ള കോണ്ടാക്റ്റ് ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ആണോ? അപ്പോൾ പിന്നെ എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഞാൻ ചുമ്മാ ചോദിച്ചെന്ന് മാത്രം. കാര്യങ്ങൾ എനിക്ക് അറിയണമല്ലോ, അതുകൊണ്ട്. ഓക്കെ, ശരി സാർ. ഇതോടെ ജയമോഹനാകെ ടെൻഷനാവുകയാണ്. കൺമണി കള്ളം പറയുകയാണോ? പറയുകയാണ് എങ്കിൽ തന്നെ എന്തിനു പറയണം? ഒരു ഐഡിയയുമില്ലല്ലോ. ഇവളിത് എവിടെ പോയി കെടുക്കണാവോ? ഒന്ന് അറിയിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഇത്ര ടെൻഷൻ ഉണ്ടാകുമായിരുന്നില്ല. ഇതിപ്പോൾ ഒന്നും പറയാതെ പോയിരിക്കുകയാ. ഇവളെ കൊണ്ട് തോറ്റു. ഇതോടെ കാര്യങ്ങൾ പുതിയ രീതിയിൽ അന്വേഷിക്കണം എന്ന് ഉറപ്പിക്കുകയാണ് ജയമോഹൻ. ഇതിനിടയിൽ കൺമണി കൃഷിനെ ഫോൺ ചെയ്യുകയാണ്. ഹലോ ക്രിഷ് സാറേ? കൺമണി, എന്തു പറ്റി? കാര്യങ്ങൾ കൈവിട്ടു പോകുമോ? ജയമോഹൻ അങ്കിൾ ഇപ്പോൾ എന്നെ കാണാൻ വന്നിരുന്നു. മാനസയെ കണ്ടു എന്ന് ചോദിച്ച് വിളിച്ചതാ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാനെന്ത് പറയാനാ, കണ്ടില്ല എന്ന് പറഞ്ഞു. മാനസ എവിടെയാണ് എന്നൊന്നും എനിക്കറിയില്ല എന്നാണ് ഇപ്പോൾ ഞാൻ അറിയിച്ചിട്ടുള്ളത്. ക്രിഷ് സാർ, അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ മാത്രം മതി. അതിനനുസരിച്ച് നമുക്കിനി അടുത്ത കാര്യങ്ങൾ നീക്കാം. അധികം വൈകിക്കുന്നത് നല്ലതിനായിരിക്കുകയില്ല. പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇത് വൈകിക്കും തോറും പ്രശ്നം വഷളാവുകയേയുള്ളൂ. ഇപ്പോൾ തന്നെ ജയമോഹന് പ്രാന്ത് പിടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? അതെ, മകളെ കാണാത്തതിനുള്ള എല്ലാവിധ ടെൻഷനും ആ മുഖത്ത് കാണാം. ഞാനത് വായിച്ചെടുത്തതാ. കുറച്ച് ടെൻഷനൊക്കെ അടിക്കട്ടെ. അതിന് ശേഷമാകാം നമുക്ക് അടുത്ത പണി കൊടുക്കൽ. എന്തായാലും ഇപ്പോൾ ഞാൻ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാൻ പോവുകയാണ് കൺമണി. നല്ലൊരു ഡോസ് അത് കിട്ടുക തന്നെ ചെയ്യും. ഇപ്പോൾ നമ്മുടെ മാനസയ്ക്കും വരുണിനും നീ കാത്തിരുന്നോ. ഇതേ സമയം മാനസയും വരുണുമാകട്ടെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പഠിച്ച പണി 18 നോക്കുകയാണ്. എങ്ങനെ പുറത്തു കടക്കും, എന്തു ചെയ്യും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയാകുന്നത്. പക്ഷേ ആലോചിച്ചിട്ട് ഒരു വഴിയും ഇല്ല. പുറത്തു കടക്കാൻ ഒരു മാർഗവുമില്ല മാനസേ. നമ്മളിതിൽ കുടുങ്ങും. ഇനി അവൻ പറഞ്ഞതുപോലെ, ആ കൃഷ് പറഞ്ഞതുപോലെ മീഡിയക്കാർ കൂടി ഇവിടേക്ക് വന്നാൽ നമ്മൾ തമ്മിലായിരിക്കും അവിഹിത ബന്ധം എന്ന് അവർ അടിച്ചിറക്കും.
അതോടെ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാകും. ഷോ, അങ്ങനെയാണ് എങ്കിൽ ചത്ത് കളയുന്നതായിരിക്കും ഭേദം. അല്ലാതെ ഇങ്ങനെ മുന്നിലേക്ക് പോകുന്നതിൽ എന്താണ് ഉപകാരം? എനിക്ക് ആലോചിച്ചിട്ട് തന്നെ പേടിയാകുന്നു. മാനസയെ കല്യാണം കഴിച്ചാൽ ലാഭമാകുമോ? കൺമണിയെ കിട്ടിയില്ലെങ്കിൽ മാനസയെങ്കിൽ മാനസ, അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് മനസ്സിലാലോചിക്കുകയാണ് ഇപ്പോൾ വരുൺ. പക്ഷേ മാനസയാകട്ടെ, ഷോ, ഈ ഡോറൊന്ന് ചവിട്ടിപ്പൊളിക്കാൻ പറ്റിയിരുന്നു എങ്കിൽ രക്ഷപ്പെട്ട് പുറത്തു കടക്കാമായിരുന്നു. അതാണ് പ്രശ്നം. അതിനുള്ള ഒരു മാർഗവും കാണാനില്ല. ഇനി എന്തു ചെയ്യും? എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ഇപ്പോൾ ആലോചിക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ക്രിഷ് തൻ്റെ അവസാന നീക്കം മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുന്നു. നാറ്റിക്കുക, അതുമാത്രമാണ് ഇനി. അങ്ങനെ അവർ നാണം കെട്ട് നിൽക്കുമ്പോൾ വേണം വിജയം ആഘോഷിക്കാൻ. ഇതിനിടയിൽ ജയമോഹൻ തിരികെ വീട്ടിലെത്തുന്നു. മാനസ വന്നു. മാനസ എങ്ങനെ വരാനാണ്? ഇതുവരെ അവളെപ്പറ്റി ഒരു വിവരവുമില്ല. നിങ്ങളല്ലേ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയത്? ആ, അത് ശരിയാ. പക്ഷേ അന്വേഷിച്ചിട്ട് അവൾ എവിടെയാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. എങ്കിൽ നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. അവരന്വേഷിക്കട്ടെ. മാനസയെയും കൃഷിനെയും നമുക്ക് സംശയത്തിൻ്റെ പട്ടികയിൽ പെടുത്തുകയും ചെയ്യാമല്ലോ. അതിപ്പോൾ ചെയ്യണ്ട. അത് എടുത്തുചാട്ടമാകും. എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നിലേക്ക് പോവുക എന്നറിയാതെ നമ്മളിങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല. വലിയ തിരിച്ചടികൾ ഉണ്ടാകും. അതെന്താ വലിയ തിരിച്ചടികൾ? നിങ്ങളെന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? കൃഷിനെയും കൺമണിയെയും പേടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയ്. നിങ്ങളുടെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എന്തോ ഒരു രഹസ്യം നിങ്ങളും ഒളിപ്പിക്കുന്നുണ്ട്. അത് പുറത്തു വന്നാൽ പെട്ടുപോകുമെന്ന് നിങ്ങൾക്കും പേടിയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, അതൊക്കെ നിൻ്റെ വെറും തെറ്റിദ്ധാരണകളല്ലേ. ഞാൻ ആരെ പേടിക്കാനാ? തെറ്റ് ചെയ്തവരല്ലേ പേടിക്കേണ്ടത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഇതെൻ്റെ മകളുടെ കാര്യമായതുകൊണ്ടാണ്. ഇത് പബ്ലിസിറ്റി ആക്കാനൊന്നും എനിക്ക് താല്പര്യം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ മുന്നിലേക്ക് ഒന്നുകൂടി കൊണ്ടുപോയിക്കോട്ടെ. ഇതോടെ ജയമോഹൻ അവിടെ നിന്ന് തൽക്കാലത്തേക്ക് എസ്കേപ്പ് ആവുകയാണ്. എന്നാൽ ഇതേ സമയം ദേവ്ജി ചെന്ന് കണ്ടിരിക്കുകയാണ് കൺമണിയെ. കൺമണി, മാനസയുടെ തിരോധാനത്തിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ? എന്താ ദേവ്ജി അങ്ങനെ ചോദിച്ചേ? മാനസയെ കാണാനില്ലേ? അതെപ്പോ? നിനക്കൊന്നും അറിയില്ല? ഇവിടെ ജയമോഹൻ ഇന്നലെ വന്ന് അന്വേഷണം തുടങ്ങിയതാണ്. മാനസയെ കാണുന്നില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ഞങ്ങൾക്കെല്ലാം നല്ല ഡൗട്ടുണ്ട്. അവളെ ആരോ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന്. അതിൽ കൺമണിക്കും കൂട്ടർക്കും പങ്കില്ല എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതെന്താ ദേവ്ജി അങ്ങനെ പറഞ്ഞത്? അവളെ തട്ടിക്കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് എന്ത് ഉപകാരമാണ്? ദേവ്ജി തന്നെ പറ. അവളെ പോലെയുള്ളവളെയൊക്കെ തട്ടിക്കൊണ്ടു പോകാൻ വരെ പറ്റുമോ? അത്രയ്ക്ക് വലിയ വിത്തല്ലേ അവള്. ദേവ്ജി വെറുതെ ഞങ്ങളെ സംശയിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ദേവ്ജി ഇതേപ്പറ്റി ഞങ്ങളെ സംശയിക്കണ്ട. ഇതോടെ ദേവ്ജിയാകെ കൺഫ്യൂഷനിലാവുകയാണ്. മഹിപാലും കാര്യങ്ങൾ ഇതേ സമയം അന്വേഷിച്ചു തുടങ്ങിയതോടെ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് കൺമണി. പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോഴേക്കും കൃഷ് പണി പറ്റിക്കുകയാണ്. ഇപ്പോൾ തൻ്റെ നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന കൃഷ് ഒടുവിൽ ചെന്ന് കണ്ടിരിക്കുകയാണ് മീഡിയക്കാരെ. ഇതോടെ
മീഡിയക്കാർ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വരുണിൻ്റെയും മാനസയുടെയും പ്രണയബന്ധം. കൂടുതൽ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.